ഞാൻ AVM RR ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ് അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പോവാം, പോയി കലാപരിപാടികളൊക്കെ തുടങ്ങാം, ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുമ്പം പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഒരെണ്ണം വിട്ടുപോയി. അപ്പൊ പുള്ളി മുറുക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ഒന്ന് വിട്ടുപോയി. AR റഹ്മാൻ സാറിന്റെ അവിടെ നിന്ന് കയറി. ഞാൻ പറഞ്ഞു അതെന്തേ അവിടെ ഒരു 8 പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചു നോക്കി കയ്യിൽ നിന്ന്. പുഞ്ചിരി തഞ്ചി എന്താണോ എന്തോ, ഇനി പുതിയ സിനിമയാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഓട്ടോറിക്ഷയിൽ ഒരുമിച്ച് പോകുന്നുണ്ട്, ഞാനും അവിടെ പോയി ഇറങ്ങി. അപ്പൊ അകത്ത് കയറിയപ്പോഴത്തേക്ക് റഹ്മാൻ സാറ് കണ്ടു. അപ്പൊ എനിക്ക് കൊണ്ടേ അറിയാം, നേരത്തെ പരിചയമുണ്ട്. അപ്പം പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, ശ്രീകുട്ടൻ ഇന്നേക്ക് എന്നാ റെക്കോർഡിംഗ് ഏതാ തിരിക്കുക? ഞാൻ പറഞ്ഞു റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു, മുടിച്ചു പോണെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 1 o'clock വരെ മുടിയുമോ എന്ന് ചോദിച്ചു. രാത്രി ഞാൻ 1 മണിക്ക് എന്തോന്നാ മനസ്സിലായില്ല. എന്നെ വല്ല ആക്കുകയാണോന്നൊക്കെ വരും. ഞാൻ വെച്ച് എന്തായാലും പോവാന്ന് വെച്ചപ്പോ അപ്പൊ ഗിരീഷിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്തോന്ന്. ഗിരീഷ് പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, ഇങ്ങനെ ഒരെണ്ണം എഴുതി തരാൻ പറഞ്ഞു. ഒരു ബീറ്റ് ഇട്ട് തന്നു, അങ്ങനെ എഴുതി തന്നു. പിന്നെ 1 മണിക്ക് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് അവിടെ സകലമാൻ അൽക്കാഗ്നി എന്ന് വേണ്ട എല്ലാ പാട്ടുകാരും ഉണ്ട്. ഒരു 4 മണിയായപ്പം നോയൽ എന്ന് പറഞ്ഞ മാനേജർ വന്ന് കൂപ്പിട വെളുപ്പിന് 4 മണിക്ക് അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ചുമ്മാ ഇത് ഒരു ഫ്രേസ് ഇത് ചുമ്മാ പാടുന്നു. അങ്ങനെ ഞാനൊന്ന് പാടി, അതിന്റെ കൗണ്ടർ പാടി, ഇതൊക്കെ പാടി 4:45 ഒരു 3/4 മണിക്കൂർ എടുത്തുള്ളൂ. ഇത് കഴിഞ്ഞപ്പോ ഓക്കെ താങ്ക് യു എന്ന്. വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ല പൈസ, കാരണം സാധാരണ കിട്ടുന്നതിനെക്കാട്ടി 3 ഇരട്ടി പൈസ. പിന്നാണ് മനസ്സിലായത് ഞാൻ ലതാജിയുടെ കൂടെ പാടിയത്. തകതിമിയാടും തങ്കനിലാവേ കുഞ്ചിരി കഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മൊഞ്ചണി വന്ന ചുന്ദരി വാവേ